സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് ഇപ്പോഴും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു നിമിഷത്തിന് മുമ്പിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. 2008 ആടുജീവിതം പുറത്തിറങ്ങുന്നത്. അന്നൊരിക്കലും വിചാരിച്ചില്ല ഇത്തരത്തിൽ ഒരു വലിയ സിനിമയായി ഇത് മാറും എന്ന്. ഞാൻ ഇച്ചിരി രംഗം ഇവിടെ കണ്ടപ്പോൾ തന്നെ എനിക്കങ്ങ് ഫീലിംഗ് ആയിപ്പോയി. ഞാൻ അന്ന് അവിടെ അനുഭവിച്ച അതേ രീതി തന്നെയാണ് ഈ പടത്തിന് ഇപ്പോൾ അതേപോലെ തന്നെയാണ്. വിഷൻ നമ്മുടെ മനസ്സിൽ കാണുകയും അതിനുവേണ്ടി ഇങ്ങനെ ഒരു ജേണി നടത്തുകയും ചെയ്യുക എന്ന് പറയുന്നത് ഇത് സിനിമയോ ഒന്നും അല്ല, ഇതൊരു തരം തപസ്സാണ്. അത് ഈ ഫീൽഡിൽ പ്രവർത്തിക്കുന്നവർക്ക് മനസ്സിലാവും. അന്ന് മുതൽ കഴിഞ്ഞ 16 വർഷങ്ങൾ ഒരൊറ്റ സിനിമയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം ചെലവഴിച്ചതെന്ന് പറയുന്നത്. ലൈഫിന്റെ താഴെ മനോഹരമായ ഒരു വാക്കുണ്ട്, എവരി ബ്രെത്ത് ഈസ് എ ബാറ്റിൽ. ഓരോ ശ്വാസവും ഒരു യുദ്ധമാണ്. ബെന്യാമിന്റെ ആടുജീവിതം എന്ന നോവലിനെ അടിസ്ഥാനമാക്കി ബ്ലസ്സി തിരക്കഥയും സംവിധാനവും നിർവഹിച്ചു പുറത്തിറങ്ങുന്ന മലയാള സിനിമയാണ് ആടുജീവിതം. സിനിമയുടെ ചർച്ച നോവൽ ഇറങ്ങിയ 2008 മുതൽക്കേ തുടങ്ങിയതാണ്. ബെന്യാമിൻ എഴുതിയ മലയാള നോവലായ ആടുജീവിതം ആഗസ്റ്റ് 2008 ഗ്രീൻ ബുക്സ് തൃശ്ശൂരാണ് പ്രസിദ്ധീകരിക്കുന്നത്. വലിയ സ്വപ്നങ്ങളുമായി സൗദി അറേബ്യയിൽ ജോലിക്കായി പോയി വഞ്ചിക്കപ്പെട്ട് മരുഭൂമിയിലെ ഒരു ആടുവളർത്തൽ കേന്ദ്രത്തിലെ ദാരുണ സാഹചര്യങ്ങളിൽ 3-ലേറെ വർഷം അടിമപ്പണി ചെയ്യേണ്ടി വന്ന നജീബ് എന്ന മലയാളി യുവാവിന്റെ കഥയാണ് ഈ കൃതി. 2008 ആഗസ്റ്റ് മാസം ആദ്യ പതിപ്പിറക്കിയ ആടുജീവിതം വായനക്കാർ ഒന്നടങ്കം സ്വീകരിച്ചതോടുകൂടി ഏതാനും വർഷങ്ങളോടുകൂടി 100-ലധികം പതിപ്പുകൾ ഇറങ്ങിത്തുടങ്ങി. മലയാള സാഹിത്യത്തിൽ രമണനായിരുന്നു ഏറ്റവും അധികം പതിപ്പിറക്കിയതിൽ റെക്കോർഡിട്ടത്. ആ നിലയിലേക്ക് ബെന്യാമിന്റെ ആടുജീവിതവും ശ്രദ്ധ നേടി. 2009 കേരള സാഹിത്യ അക്കാദമിയുടെ ഏറ്റവും നല്ല മലയാള നോവലിനുള്ള അവാർഡ് ഈ കൃതി നേടി. തൊഴിലാളിയായി ജോലി ചെയ്തിരുന്ന നജീബ് ഒരു സുഹൃത്തിന്റെ ബന്ധുവഴി കിട്ടിയ തൊഴിൽ വിസയിലാണ് സൗദി അറേബ്യയിലേക്ക് പോയത്. കൂടെ അതേ വഴിക്ക് തന്നെ വിസ കിട്ടിയ ഹക്കീം എന്ന കൂട്ടുകാരനുണ്ടായിരുന്നു. റിയാദിൽ വിമാനം ഇറങ്ങിയ അവർ വിമാനത്താവളത്തിൽ അവരുടെ സ്പോൺസറെ അന്വേഷിച്ച് വളരെ അലഞ്ഞു. ആ സമയം അവർ കണ്ടുമുട്ടിയ ഒരു അറബി തങ്ങളുടെ സ്പോൺസറാണെന്ന് തെറ്റിദ്ധരിക്കുകയും അയാളുടെ കൂടെ പോവുകയും ചെയ്തു. ആ അറബി ഒരു അർബാബ് അഥവാ മുതലാളിയായിരുന്നു. അയാൾ അവരെ മസ്ര അഥവാ ആടുവളർത്തൽ കേന്ദ്രത്തിൽ കൊണ്ടുചെല്ലുന്നതാണ് കഥയുടെ തുടക്കം. വൃത്തിഹീനമായ സാഹചര്യത്തിൽ ആടുകളെയും ഒട്ടകങ്ങളെയും പരിപാലിച്ചുകൊണ്ടുള്ള വിശ്രമമില്ലാത്ത ജീവിതമായിരുന്നു മസ്രയിൽ നജീബിനെ കാത്തിരുന്നത്. നജീബ് എത്തിയപ്പോൾ അവിടെ മറ്റൊരു വേലക്കാരൻ കൂടി ഉണ്ടായിരുന്നു. വർഷങ്ങൾ നീണ്ടുനിന്ന അടിമപ്പണി അയാളെ ഒരു ഭീകരരൂപിയാക്കി മാറ്റിയിരുന്നു. ഭീകരരൂപിയായ വേലക്കാരൻ രക്ഷപ്പെട്ടതുപോലെ തനിക്ക് ഒരു നാൾ രക്ഷപ്പെടാമെന്ന് നജീബും വിചാരിച്ചു. എന്നാൽ അധികം ദൂരത്തല്ലാതെ ഒരിടത്തു നിന്ന് അയാളുടെ കൈപ്പത്തിയും കൂടെ അഴുകിയ നിലയിലുള്ള ശരീരവും കണ്ടപ്പോൾ നജീബ് രക്ഷപ്പെടാനുള്ള എല്ലാ മാർഗങ്ങളും ഉപേക്ഷിച്ചു. തുടർന്ന് അവിടുത്തെ മുഴുവൻ ജോലികളും നജീബ് തന്നെ ചെയ്യാൻ തുടങ്ങി. പച്ചപ്പാലും കുബൂസ് എന്ന അറബി റൊട്ടിയും ചുരുങ്ങിയ അളവിൽ വെള്ളവും മാത്രമായിരുന്നു നജീബിന് അവിടെ കിട്ടിയിരുന്ന ഭക്ഷണം. നാട്ടിൽ ധാരാളം വെള്ളവും സൗകര്യങ്ങളും ഉണ്ടായിരുന്ന നജീബിന് കുടിക്കാൻ പോലും വെള്ളം കിട്ടാത്ത, താമസിക്കാൻ ഒരു കിടക്കയോ വസ്ത്രമോ ഇല്ലാത്ത അവസ്ഥയായി. മുഴുവൻ മണലാരണ്യം മാത്രം. നജീബിന്റെ മസ്രയിൽ നിന്ന് കുറച്ചു ദൂരത്തിൽ തന്നെയുള്ള മറ്റൊരു മസ്രയിൽ ഹക്കീമും ഉണ്ടായിരുന്നു. എന്നാൽ ഹക്കീമിനെ കാണാൻ അർബാബ് നജീബിനെ അനുവദിക്കില്ലായിരുന്നു. കാരണം അവർ ഒന്നിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുമെന്ന് അർബാബ് സംശയിച്ചു. അതിനാൽ തന്നെ അവർ തമ്മിൽ കണ്ടുമുട്ടിയാൽ മർദ്ദനം സ്ഥിരമായിരുന്നു. ആടുകൾക്ക് നാട്ടിലെ കഥാപാത്രങ്ങളുടെയും സ്വന്തക്കാരുടെയും പേരുകൾ നൽകി അവരുമായി സംവദിച്ചാണ് തന്റെ ഏകാന്തതയ്ക്ക് നജീബ് ആശ്വാസം കണ്ടെത്തിയത്. അതിനിടയ്ക്ക് ഹക്കീം ജോലി ചെയ്തിരുന്ന മസ്രയിൽ ഇബ്രാഹിം ഖാദരി എന്നൊരു സൊമാലിയക്കാരൻ കൂടി ജോലിക്കായി വന്നു. ഒളിച്ചോടുവാൻ ഒരവസരം മൂവരും പാർത്തിരുന്നു. അങ്ങനെയിരിക്കെ മുതലാളിമാർ സ്ഥലത്തില്ലാത്തൊരു ദിവസം 3 പേരും മസ്രയിൽ നിന്ന് രക്ഷപ്പെടുന്നു. മരുഭൂമിയിലൂടെ ദിവസങ്ങൾ നീണ്ടുനിന്ന പലായനത്തിൽ വഴിതെറ്റിയ അവർ ദാഹവും വിശപ്പും സഹിക്കാനാവാതെ കഷ്ടപ്പെടുകയും ഹക്കീം മരിക്കുകയും ചെയ്യുന്നു. പിന്നെയും പലായനം തുടർന്ന ഖാദരിയും നജീബും ഒടുവിൽ ഒരു മരിപ്പച്ച കണ്ടെത്തി അവിടെ ദാഹം തീർത്ത് കുറച്ചു ദിവസം അവിടെ തങ്ങിയ ശേഷം വീണ്ടും യാത്ര തുടരുന്നു. ഒടുവിൽ നജീബ് ഒരു ഹൈവേയിലെത്തുമ്പോൾ ഖാദരിയെ കാണാതാവുകയും അവിടെ നിന്ന് ഒരു അറബിയുടെ കാറിൽ കയറി അടുത്ത പട്ടണമായ റിയാദിലെ ബദ്ഹയിൽ എത്തുകയും ചെയ്യുന്നു. ആടുജീവിതം വെറും ഒരു ജീവിതകഥയല്ലെന്നാണ് ഗ്രന്ഥകർത്താവ് പറയുന്നത്. നോവലിസ്റ്റ് ആദ്യമായി നജീബിനെ കണ്ടുമുട്ടിയപ്പോൾ അയാൾ കൂട്ടുകാരുമായി കമ്മ്യൂണിസം ചർച്ച ചെയ്യുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നോവലിലെ മുഖ്യ കഥാപാത്രത്തെ അത്തരം ഒരു തത്വശാസ്ത്രത്തിന്റെ പരിധിയിൽ അവതരിപ്പിക്കാമായിരുന്നു. എന്നാൽ ജീവിതത്തിന്റെ നിർണായക നിമിഷങ്ങളിൽ വിശ്വാസത്തിന്റെ കൂട്ടുപിടിക്കുന്ന ആളായാണ് ബെന്യാമിൻ അദ്ദേഹത്തെ ചിത്രീകരിച്ചിരിക്കുന്നത്. നോവലിലെ നജീബ് ഏത് വിപരീത സാഹചര്യത്തിലും ജീവിതം തുടരാൻ ആഗ്രഹിച്ച ആളാണെങ്കിൽ യഥാർത്ഥ ജീവിതത്തിലെ നജീബ് മരുഭൂമിയിൽ പലവട്ടം ആത്മഹത്യക്ക് ശ്രമിച്ചവനാണ്. നജീബിന്റെയും നോവലിസ്റ്റിന്റെയും ജീവിതങ്ങൾ നോവലിൽ കെട്ടുപിണഞ്ഞു കിടക്കുന്നതായി കാണാം. നജീബ് റിയാദിൽ കാലുകുത്തുന്ന ദിവസമായി നോവലിൽ പറയുന്ന 1992 ഏപ്രിൽ 4 തന്നെയാണ് താൻ പ്രവാസ ജീവിതത്തിലേക്ക് തിരിച്ചെത്തുന്നതെന്നും നോവലിൽ നോവലിസ്റ്റ് വെളിപ്പെടുത്തുന്നു. മധുരമായ ഗദ്യം, അനുഭവ തീവ്രമായ പ്രമേയം, മലയാളിത്തം എല്ലാം ഒത്തിണങ്ങിയ നോവൽ എന്ന് ഈ കൃതിയെ
പ്രശസ്ത സാഹിത്യകാരി പി വത്സല പുകഴ്ത്തുന്നു. തന്നെ വിസ്മയിപ്പിച്ച നോവലാണ് ആടുജീവിതമെന്ന് എം മുകുന്ദനും പറയുന്നു. 2024 പുറത്തിറങ്ങുന്ന ബ്ലസ്സിയുടെ ചിത്രമാണ് ആടുജീവിതം. ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ തന്റെ കഥ എത്തരത്തിലാകും ചിത്രീകരിച്ചിട്ടുണ്ടാവുകയെന്ന ആശങ്കയുണ്ടായിരുന്നെന്നും എന്നാൽ സിനിമ കണ്ടതിന് ശേഷം ഞാൻ പൂർണ്ണ സന്തോഷവാനാണെന്നും ആടുജീവിതത്തിന്റെ എഴുത്തുകാരൻ ബെന്യാമിൻ പറഞ്ഞു. ആടുജീവിതം സിനിമയാകുമ്പോൾ നജീബായി പൃഥ്വിരാജും, അമല പോൾ സൈനുവായും, വിനീത് ശ്രീനിവാസൻ മെഹറായും, അപർണ ബാലമുരളി റൂവ ആയും, ലേന ഐഷയായും അഭിനയിക്കുന്നു. 5 ഭാഷകളിലായി ദി ഗോട്ട് ലൈഫ് എന്ന പേരിലാണ് ആടുജീവിതം പ്രദർശനത്തിനെത്തുന്നത്. 2016 നോവൽ മുൻനിർത്തിയുള്ള തിരക്കഥ സംവിധായകൻ ബ്ലസ്സി പൂർത്തിയാക്കിയത്. 2018 മാർച്ച് 1 കോഴഞ്ചേരി അയിരൂർ ചെറുകോൽപ്പുഴ പരിസരത്തെ പമ്പയുടെ തീരത്ത് ചിത്രീകരണം തുടങ്ങി. പുഴയിൽ നിന്ന് മണൽ വാരി ജീവിക്കുന്ന നജീബിന്റെ നാട്ടുവിശേഷങ്ങളും കുടുംബരംഗങ്ങളുമെല്ലാം 2 ആഴ്ച കൊണ്ട് ചിത്രീകരിച്ചു. ഏറ്റവും അധികം നാളുകൾ നീണ്ടുപോയ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ വർഷം ജൂലൈ 14 പൂർത്തിയായത്. ജോർദാനിലായിരുന്നു ചിത്രത്തിന്റെ മുഖ്യ പങ്കും ഷൂട്ട് ചെയ്തത്. നജീബ് എന്ന നായക കഥാപാത്രമായിട്ടാണ് പൃഥ്വിരാജ് എത്തുന്നത്. മരുഭൂമിയിൽ ഒറ്റപ്പെട്ട നജീബ് ആവുന്നത് പൃഥ്വിരാജ് നടത്തിയ ശാരീരിക മാറ്റങ്ങൾ ഏവരെയും ഞെട്ടിക്കുന്നതായിരുന്നു. പൃഥ്വിരാജിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ സിനിമയാണ് ആടുജീവിതം. ഓസ്കാർ അവാർഡ് ജേതാക്കളായ AR റഹ്മാൻ 27 വർഷങ്ങൾക്ക് ശേഷം മലയാളത്തിൽ സംഗീതവും റസൂൽ പൂക്കുട്ടി ശബ്ദമിശ്രണവും നിർവഹിക്കുന്നു. 1922 പുറത്തിറങ്ങിയ മോഹൻലാൽ സംഗീത് ശിവൻ ടീമിന്റെ യോധ എന്ന ചിത്രത്തിന് വേണ്ടിയാണ് അവസാനമായി AR റഹ്മാൻ മലയാളത്തിൽ സംഗീത സംവിധാനം നിർവഹിച്ചത്. ആടുജീവിതത്തിൽ 4 പാട്ടുകളാണുള്ളത്. വരികൾ ഒരുക്കിയിരിക്കുന്നത് റഫീഖ് അഹമ്മദാണ്. വിഷ്വൽ റൊമാൻസിന്റെ ബാനറിലാണ് ചിത്രം എത്തുന്നത്. ജിമ്മി ജീൻ ലൂയിസ്, KR ഗോകുൽ, പ്രശസ്ത അറബ് അഭിനേതാക്കളായ താലിബ് അൽ ബലൂഷി, റിക്കബി എന്നിവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. മലയാളത്തിന് പുറമെ ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷകളിലും ചിത്രം ഒരുങ്ങുന്നുണ്ട്. സുനിൽ KS ആണ് ഛായാഗ്രഹണം. മാർച്ച് 28 ഈ ചിത്രം പുറത്തുവരുന്നതോടുകൂടി മലയാള ചലച്ചിത്രത്തില് പുതിയൊരു നവഭാവുകത്വം സൃഷ്ടിക്കുമെന്നതിൽ സംശയമില്ല. എല്ലാ സിനിമാ പ്രേക്ഷകരും ഉറ്റുനോക്കുന്നത് ബ്ലസ്സി എന്ന സംവിധായകനെ തന്നെയാണ്. 2004 അദ്ദേഹത്തിന്റെ ആദ്യ സംവിധാന സംരംഭം പുറത്തുവന്നു, കാഴ്ച. ഈ ചിത്രം വാണിജ്യപരമായും കലാപരമായും നല്ല വിജയം കൈവരിക്കുകയുണ്ടായി. ബ്ലസ്സി എന്ന സംവിധായകനെ മലയാളം അടയാളപ്പെടുത്തിയ സിനിമ. ബ്ലസ്സിയുടെ 2ാമത്തെ ചിത്രം 2005 പുറത്തിറങ്ങിയ തന്മാത്രയാണ്. മോഹൻലാലിന്റെ ജീവിതത്തിലെ വ്യത്യസ്തമായ ഒരു വേഷമാണ് ബ്ലസ്സി ഈ സിനിമയിലൂടെ സമ്മാനിച്ചത്. അൽഷിമേഴ്സ് എന്ന രോഗം ബാധിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സംഭവ വികാസങ്ങളാണ് ചലച്ചിത്രത്തിന്റെ പ്രമേയം. ഇതേ രോഗം ബാധിച്ചവരും അതിനെ ചികിത്സിക്കുന്ന ഡോക്ടർമാരും ഒന്നടങ്കം പറഞ്ഞത് ബ്ലസ്സി യഥാർത്ഥ ജീവിതത്തെ ഒരു സിനിമയിലൂടെ പകർത്തുകയായിരുന്നു എന്നാണ്. ബ്ലസ്സിയെ മലയാളം അംഗീകരിച്ചതും ആ ഒരു കഴിവിന്റെയും ആ ഒരു ഡെഡിക്കേഷന്റെയും പേരിലാണ്. ഒരു കുടിയേറ്റ കർഷകന്റെ കഥ പറഞ്ഞ സിനിമയായിരുന്നു 2006 പുറത്തിറങ്ങിയ പളങ്ക്. ജീവിത നൈർമല്യങ്ങളെ പച്ചയോടെ ആവിഷ്കരിക്കാനുള്ള ബ്ലസ്സിയുടെ കഴിവ് ഇവിടെയും അംഗീകരിക്കും. 2009 ഏറെ ശ്രദ്ധ നേടിയ ഒരു സിനിമയാണ് ബ്ലസ്സിയുടെ ഭ്രമരം. മോഹൻലാൽ എന്ന അഭിനയ പ്രതിഭയുടെ പ്രകടന സാധ്യതകളെല്ലാം ഉപയോഗപ്പെടുത്തിയ ഒരു സിനിമ എന്ന നിലയിൽ ഭ്രമരം ലോക ശ്രദ്ധ നേടി. 2013 ബ്ലസ്സി എഴുതി സംവിധാനം ചെയ്ത മലയാള ചലച്ചിത്രമാണ് കളിമണ്ണ്. മസ്തിഷ്ക മരണം സംഭവിച്ച ഭർത്താവിന്റെ ബീജം സ്വീകരിച്ച് ഗർഭിണിയാകുന്ന യുവതിയുടെ കഥയാണ് കളിമണ്ണിലൂടെ ബ്ലസ്സി പറയുന്നത്. മനുഷ്യജീവിതത്തിന്റെ പരിതോവസ്ഥകളെ യഥാതഥമായി ചിത്രീകരിക്കാനുള്ള ബ്ലസ്സിയുടെ സംവിധാന മികവ് ഇവിടെയും പ്രശംസിക്കപ്പെട്ടു. 2024 പുറത്തിറങ്ങുന്ന ബ്ലസ്സിയുടെ ആടുജീവിതം എന്ന സിനിമ ഏറെ പ്രതീക്ഷയോടെ മലയാളികൾ കാത്തിരിക്കുന്നത് ബ്ലസ്സി എന്ന സംവിധായക പ്രതിഭയുടെ മൂല്യത്തെ അറിഞ്ഞുകൊണ്ടും പൃഥ്വിരാജ് എന്ന മികച്ച നടന്റെ ആത്മാർത്ഥമായ സമർപ്പണ മനോഭാവത്തോടുള്ള അഭിനയത്തെ പ്രതീക്ഷിച്ചുകൊണ്ടും മികച്ച ഒരു പിടി നല്ല ഗാനങ്ങൾ മലയാളിക്ക് AR റഹ്മാനിൽ നിന്ന് കിട്ടുമെന്നുള്ള വലിയ ഒരു പ്രതീക്ഷയുടെയും കാത്തിരിപ്പിന് വിരാമമാവുകയാണ് ഈ ചലച്ചിത്രം വെള്ളിത്തിരയിൽ വരുന്നതോടുകൂടി. നമുക്കെന്തായാലും കാത്തിരിക്കാം, ഒരു നല്ല സിനിമയെ ആസ്വദിക്കാൻ, ഒരു നല്ല സിനിമയെ ചർച്ച ചെയ്യാൻ, മനുഷ്യന്റെ ജീവിതവും ചലച്ചിത്രവും അഭേദ്യമായ ബന്ധങ്ങളിലൂടെ കടന്നു പോകുന്നതിന്റെ കാഴ്ചകൾ കാണാൻ, അനുഭവങ്ങളെ പങ്കിടാൻ. അങ്ങനെ വലിയ ഒരു ഊർജ്ജസ്വലമായ ഒരു കാഴ്ചയ്ക്കും അനുഭവത്തിനും ഈ സിനിമ അരങ്ങു തീർക്കട്ടെ. ബ്ലസ്സി ഈ ചലച്ചിത്രത്തിന്റെ മേക്കിങ്ങിനായിട്ട് എടുത്തത് നീണ്ട 10 വർഷങ്ങളാണ്. ഒരു സിനിമ എത്ര മനോഹരമായി ചെയ്യാം എന്ന സാധ്യതകൾ തിരഞ്ഞുകൊണ്ട് ആ കഥാപാത്രത്തിന്റെ എങ്ങനെ റിയലിസ്റ്റിക്കായി അവതരിപ്പിക്കാം എന്നുള്ളതിന്റെ പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തി അദ്ദേഹം ഒരു നീണ്ട കാലയളവിലൂടെയാണ് കടന്നുപോയിട്ടുള്ളത്. ഈ കടന്നുപോക്കുകളെല്ലാം ഈ സിനിമയ്ക്ക് ഏറെ പ്രയോജനം ചെയ്യുമെന്ന് നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാം. കാരണം അദ്ദേഹം ഒരു ഡെഡിക്കേറ്റഡ് സംവിധായകനാണ്, നായക നടനും അതുപോലെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. ഓൾ ടീമിന് ഇതിന്റെ വലിയൊരു അംഗീകാരമുണ്ട്.
അത് നമ്മൾ ഓരോ നിമിഷത്തിലും വാർത്തകളിലൂടെയും മറ്റും അറിഞ്ഞ കാര്യമാണ്. ആടുജീവിതം എന്ന സിനിമ ചരിത്രം സൃഷ്ടിക്കും. കാരണം വലിയൊരു ടീമിന്റെ ആത്മസമർപ്പണത്തിന്റെ ഫലമാണ് ഈ ചലച്ചിത്രം. എഴുതും അനുഭവവും കലയും എല്ലാം സമ്മിശ്രമായ ഒരു വലിയ മഹാകലാരൂപം. അതായിരിക്കും ആടുജീവിതം. Periore, Periyore,